ചേട്ടനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയോ? എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ നിന്നിട്ടുണ്ട് 2 ആഴ്ച. അത് ഇവിടെയല്ല, പാലക്കാടാണ്, മനോമിത്ര. അവിടെ അന്വേഷിച്ചറിയാം. കണ്ടില്ല, അവൻ്റെ ഡയലോഗ് കേട്ടില്ല. നിങ്ങളാരും പോയിട്ടില്ല. എന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്, പാലക്കാട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ. അത് വലിയ ക്രെഡിറ്റാണ്. അച്ഛനും മക്കൾക്കും എല്ലാം വലിയ ക്രെഡിറ്റാണ്. ഇത്രയും ഊള ഫാമിലിയും ഇത്രയും തരത്തിലുള്ള ഊളത്തരങ്ങൾ കാണിക്കുന്നവനെയൊക്കെയാണല്ലോ ഈ സിനിമയിൽ വെച്ചിരിക്കുന്നത്. എത്രയോ കഴിവുള്ള എത്രയോ ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അതിനിടയിലേക്ക് ലഹരിക്ക് അടിമയായിട്ടുള്ളവന്മാരെയൊക്കെ എന്തിനാണ് സിനിമയിൽ വെക്കുന്നത്? ശ്രീനാഥ് ബാസി ആയിക്കോട്ടെ, ഏതവനായിക്കോട്ടെ, എന്തിനാണ് ഇവന്മാരെ പോലെയുള്ളവന്മാരെ സിനിമയിൽ വെക്കുന്നത്? സാധാരണക്കാരായ ജനങ്ങളുടെ കാശ് കൊണ്ട് ജീവിക്കുന്നവന്മാരാണ് സിനിമയിലുള്ളവരെല്ലാം. ആ അവന്മാരുടെ ഈ പറയുന്ന തോന്നിവാസവും ജനങ്ങളുടെ മെക്കെട്ട് കയറുന്നതോടെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണത്? ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. പണ്ട് കൊക്കൈനായിട്ട് പിടിച്ചപ്പോഴും ആ കൊക്കൈൻ എവിടെ നിന്ന് വന്നു, അതെന്താണെന്നുള്ളതൊന്നും ആരുടെയിലും അറിയില്ല, അത് ആരുടെയിലും തെളിവില്ല. അതേപോലെ തന്നെ ഈ കണ്ട